കൊമ്പാ എന്തോ എന്താ ക്ലൈമറ്റിന് ഒരു വ്യത്യാസം? ഇടിക്കല്ലേ? ഇടിക്കാളാ അന്ന് പോക്കട്ടെ. ഹായ് ഗൈസ്, സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളിപ്പോ എല്ലാവരും ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ എവിടെയാ? എന്റെ വീട്ടില് ഗൈസ്, കൊമ്പന്റെ വീട്ടിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല കിടിലം വൈബായിരുന്നു. അപ്പൊ നിങ്ങൾ പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, നമ്മളങ്ങനെ എത്താനായി. ഇതേ കൊമ്പന്റെ വീടിന് ഇവിടെ വരെ കോട. ഒരു ഭാഗ്യം തന്നെയല്ലേക്ക്. പിന്നെ നമ്മൾ ഇവനെ ഊക്കുകയാണെങ്കിൽ ഇവന്റെ നാട് നല്ലതാ. നാട് മാത്രമേ ഉള്ളൂ, ഇവൻ കൊള്ളൂല. നമ്മളെ നാടും നാട്ടുകാരും നിന്റെ വീട്ടുകാരും നല്ലതാണ്. ഇതേതാ വീട്? എത്താറായ റൈറ്റ് അടുത്തേക്ക് കൊണ്ടാ ചേട്ടാ. എവിടെയോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൊമ്പന്മാരെ കുരു തുപ്പാൻ പറഞ്ഞ സ്ഥലം. സോ ഗൈസ്, ഫൈനലി വി റീച്ച്ഡ് അറ്റ് 2:30 അല്ലേ? വീഫാ കൊമ്പനാണ് ഗൈസ്. നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്, സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷീണത്തിൽ ഇനി ഉറക്കമാണ്. നാളെ രാവിലെ ഇത് മലയും കുന്നൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇണീച്ചാ പോവും. ഇല്ല രാവിലെ സത്യം പറഞ്ഞാൽ മലയൊക്കെ കയറാൻ ഭയങ്കര മടിയാണ് ഗൈസ്. അതും പറ്റൂല, എനിക്ക് ഉറങ്ങണം. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇനി അകത്തെ പരിപാടി ഉണ്ടോ നോക്കാം. ഗൈസ്, 3 മണിക്ക് പുറത്തെ 3 മണിക്ക് ചക്ക ചിപ്സും കട്ടൻ കാപ്പി കിട്ടില്ല പോയി കേട്ടാ. നിങ്ങള് ട്രൈ ഒരു കുഴപ്പമില്ല. ഇവിടെ നമുക്ക് പുറത്ത് കോടമഞ്ഞില് ആ കാടിനൊന്നും എടുക്കുന്നു. നീ ഇവിടെ എക്സ്പ്ലോർ ചെയ്തോ. സത്യം പറഞ്ഞാല് ഈ റൂമിന് ഇത് പ്രത്യേക വൈബുണ്ട്. കിടന്നപ്പം ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നല്ലൊരു തോട്ട് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ കാണാം അല്ലേ? അപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നേ, ബാക്കി കാര്യങ്ങളൊക്കെ മദേഴ്സ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊമ്പൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അത് ഇവർക്ക് അറിയില്ല കേട്ടോ. ഇന്നലെ നമ്മൾ എന്തിനാ വന്നേ? ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് മറ്റേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പം 2:30 മണി പിച്ച്. ആ സമയത്തും ചായയും. നിനക്ക് എന്താ കിട്ടി? 5 കിലോ ഉള്ള ടിന്നിനകത്തുള്ള ചിപ്സ് വിളിക്കുന്നതിന് മുമ്പ് വന്ന് തീർത്ത്. സോ അപ്പം ഗിഫ്റ്റ് കൊടുക്കാം. റെഡിയാണ്? അപ്പൊ പോയി എടുത്തിട്ട് വരാം. സിനിമ കണ്ണടച്ചോ? ചാച്ചിനെ കണ്ണടച്ചോ? നമുക്ക് അതാണ് സർപ്രൈസ് ഗിഫ്റ്റ്. ഞങ്ങൾ പോയിട്ട് ഞങ്ങള് വൈദ്യുതി വിളിക്കാൻ പറഞ്ഞാൽ മതി. ഇത് ഗോൾഡ് സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തിട്ടാണ് എന്റെ അടുത്തേക്ക് യോഗൂട്ടി കൊമ്പൻ അയക്കുന്നത്. ഇപ്പൊ ഗോൾഡൻ പ്ലേ ബട്ടൺ ആയിട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടോ, ഇനി ആർക്ക് വേണേലും 1 മില്യൺ അടിക്കാം. എന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നത് കൊമ്പനാണ്. കൊമ്പനെ വെച്ച് കണ്ടന്റ് ചെയ്ത പലരും കൊമ്പന് മുമ്പ് ശരിക്കും 1 മില്യൺ ഒക്കെ അടിച്ചു. കൊമ്പന്റെ ചെറിയ മടിയും ഉഴപ്പൊക്കെ കാരണം കുറച്ച് വൈകിയെങ്കിലും അവന് 1 മില്യൺ അടിച്ചു. KMC കൊമ്പൻ ഫോക്കസ് ബൈ മീ ബൂട്ട് ക്യാമ്പ് ബോയ്സ്. ഒരുപാട് സന്തോഷം. ഇതുപോലൊരു ഗിഫ്റ്റ് ഒരു അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മദേഴ്സ് ഡേക്ക് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? സന്തോഷമാണോ? എനിക്ക് ചാച്ചനായാലും സിനിമയായാലും അവൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവന്റെ ആഗ്രഹത്തിനൊത്ത് അതിനൊരു താങ്ക്സ് പറയുന്നു. നമ്മളെ വിശ്വസിച്ച് അവരൊക്കെ കൂടെ വിട്ടതിന് താങ്ക്സ് പറയുന്നു. സോ അടുത്ത മദേഴ്സ് ഡേക്ക് എന്തായിരിക്കും? ഈ ഗോൾഡ് പൂശിയ പോരാ, ഡയമണ്ട് ശരിക്കുള്ള അകലേതി പോയാലും അവൻ ഈ അച്ചീവ്മെന്റ് എടുത്തതിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? വാക്ക് എന്തെങ്കിലുമൊക്കെ പറ. അയ്യോ, ഇത് ആര് പറയണേ? നിനക്ക് എത്രയായിരുന്നു? എടാ 5+ ഒരു 7 ഉണ്ടോ നിനക്ക്? അപ്പൊ എത്ര ശതമാനം ഉണ്ട്? ഓ, അവിടെ വരുന്നുണ്ട്. അവിടെ വരുന്നുണ്ട്. അവളെക്കാളും കൂടുതൽ ഇരിക്കുക.
ചിന്നു കഴിഞ്ഞ് ഇപ്പൊ +2 ചേർന്ന് ഇവളുടെ പ്രായം പൊട്ടിയതാ. ഇവിടെ വേറൊരു കൂടെ എടുത്തരാ ഗൈസ്. ഈ കുഴി എന്താ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യ്. ഗൈസ് അപ്പൊ ഈ കുഴി കൊമ്പന്റെ കുറെ ഓർമ്മകളുള്ള കുഴികളാണ് ഇതൊക്കെ. ഇടയ്ക്ക് വരുമ്പോ തണവൊക്കെ അല്ലേ ഇവിടെ, അപ്പൊ ഇടയ്ക്ക് ഓർമ്മകള്. ഇനി എന്തിനു പരിപാടിക്കാ കുട്ടിക്കാലത്തോട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മള് കൊമ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. പിന്നെ വരാം, എല്ലാവരും കൂടി വരാം. പിന്നെ നമുക്ക് ഇനി നേരെ അടിമാലി പോവാം. അങ്ങനെ നമ്മള് കൊമ്പന്റെ LP സ്കൂളിൽ പഠിച്ച LP സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞു. 1 തൊട്ട് 4 വരെ. ഇവിടെ ക്ലാസ്സിലിരുന്ന് മുള്ളി കഴുകിട്ട് ഉണങ്ങിട്ട് കയറാം. അതെനിക്ക് തോന്നി. ഇത് കണ്ട കൈസ് മുന്തിരി കളറ്. അല്ലല്ല, ഇതൊന്നും പരിചയപ്പെടുത്തരുത്, തല കണ്ട് മനസ്സിലായിക്കോളൂ. പേരെന്താ? ആയിഷ്റാം. ഇവിടെ 2 ഉണ്ട് കേട്ടാ. ഈ അയാൻ ഭാസ്കർ എന്ന് വെച്ചാ അയാൻ ഭാസ്കർ. ഞാൻ വിചാരിച്ച അയാൻ ഭാസ്കർ എന്ന് പറയണത്. ഓക്കെ അയാനെ ഹായ്. ഇത് വേറൊരുത്തിന് കൂടി ഡേവിസ് ഹായ്. ഇത് ചേട്ടനോട് വർക്ക് ചെയ്യുന്ന ആളുടെ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ നീ കലിപ്പാവില്ല പറ. നീ ഗുണ്ടാണെങ്കിൽ ഞാൻ റൗഡി. ജയിന്റ് മോനെ, നീ ഗുണ്ടാണെങ്കിൽ ജയിന്റാട്ടാ. എടാ അത് 10 കിലോ 100 കിലോ എന്തിനാടാ വാസ്കോ? ആടി കളിക്കാൻ ഒന്നെങ്കിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ തിന്നണം. ഇത് രണ്ടും വേറൊന്നും വായി തരുന്നില്ല. വേറൊരു കാര്യം, വേറൊരു പ്രത്യേകത സ്കൂളിലുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ഇത് നീയല്ലേ പറഞ്ഞ ഇതിനെന്താ പ്രത്യേകത? ഇംഗ്ലീഷ് മീഡിയം എന്തുവാ ദൂക്കിട്ട് പേടിച്ചു വിടാണ്ടിരിക്കുന്ന പറയടാ. എടാ പറയടാ. അത് ഇവിടെ അത് പറഞ്ഞ ചൂക്കിട്ടെന്ന് അറിയാം, അതുകൊണ്ട് വിടാണ്ടിരിക്കുന്ന കണ്ട ചിരിയുണ്ടവനെ. ഗൈസ് ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ കൊമ്പന്റെ സ്കൂളിലാണ്. കൊമ്പന്റെ ക്ലാസ് കണ്ടിട്ട് വരാം. കമൺ ഇതില് ഏത് ബെഞ്ചിനാ നീ ഇരുന്ന് പഠിച്ചേ? ചുമ്മാ ഒരു കാര്യമില്ല, ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലേ. പറയലായിരുന്നടാ കൊമ്പ ഇരുന്ന് പഠിച്ച. കൊമ്പ എവിടെ ഇരുന്നിരുന്ന? ലെഫ്റ്റിലോ റൈറ്റിലോ നടുവിലോ? ഒരു സെക്ഷൻ ബോയ്സ്, ഒരു സെക്ഷൻ ഗേൾസ് ആയിരുന്നു. അല്ല വീക്ക്ലി നല്ല മുണ്ണയുടെ അടുത്താ ചോദിച്ചത്. അവനൊരു കോപ്പ് പറഞ്ഞു ഇവിടെ വന്ന ഫ്ലോപ്പ്. 10ാം ക്ലാസ് നമ്മ കാണണ്ട. നേരെ 10 പോയോ? അതെ, മോന് ഭയങ്കര ടാലന്റ്, കഴിവേറി സ്ട്രാറ്റജി കൂടി വട്ടായെന്തോ. മലയാളം മീഡിയം, DF ഇംഗ്ലീഷ് മീഡിയം. നമ്മുടെ അവിടെ ABC ആണ് ഇംഗ്ലീഷ് മീഡിയം. ചൗക്ക സെന്റ് ആന്റീസ് UPS ചൗക്ക. ഓ മാസം എന്നല്ലേ വൈ ചേമ്പാണ്. ഇവിടുത്തെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്താണ്? ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഒരു കൊച്ചിനോട് ഇഷ്ടം പറയുന്നത്. ഓ അത് മികച്ചൊരു ഓർമ്മയായി കേട്ടോ. എടാ എന്നിട്ട് ആ കൊച്ചെന്താ പറഞ്ഞാ കൊമ്പ? പേപ്പർ എനിക്ക് എന്നിട്ടാണ് ഈ HM-നോട് പറയുന്നു പറഞ്ഞു. അടിപൊളി റിപ്ലൈ അറിയാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ തിരിച്ചോടി. ഓടിയെന്നാ? അത് എത്ര ക്ലാസ്സിലാ? 10ാം ക്ലാസ്സിലാ. ശരിയായ പൊട്ടൻ. എടാ നിനക്ക് ഈ സ്കൂളിൽ പഠിച്ചത് നിന്നെ പഠിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടീച്ചറോ സാർ ഏതാണ്? റെനിമോൾ ടീച്ചർ. റെനിമോൾ ടീച്ചർ ഇങ്ങോട്ട് വന്നപ്പോഴും വിളിച്ചായിരുന്നു റെനിമോൾ ടീച്ചർ. ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ഏതായിരുന്നു പഠിച്ച ഡിവിഷൻ? നമ്മുടെ ക്ലാസ് ടീച്ചർ റെനിമോൾ ടീച്ചർ. ഗയ്സ് നിങ്ങൾക്ക് ഇതുപോലെ പഠിപ്പിച്ച സ്കൂൾ ഇഷ്ടപ്പെട്ട ടീച്ചർ ഉണ്ടാവും. ടീച്ചർ ഇഷ്ടപ്പെട്ട ടീച്ചറെ പേര് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഉടായ്പ കാണിച്ചാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും HM വിളിച്ചാൽ പോലും HM-ന്റെ അടുത്ത് വന്നിട്ട് ടീച്ചർ നൈസായിട്ട് എല്ലാം സ്വന്തമാക്കി കൊണ്ടുവരും. അത് നല്ലൊരു ടീച്ചറാണ്. നമ്മള് ടീച്ചറിന്റെ ഇല്ല, ടീച്ചർ നല്ല മുടി കേട്ടോ. നമ്മൾ പോയിട്ട് മുടിയിലേക്ക് പിടിച്ച് ഇങ്ങനെ കാണിക്കും, അങ്ങനെ ഒക്കെ കാണിക്കാം. ആ പാട് കാണിച്ചാടി കിട്ടിയിട്ട് ഇപ്പൊ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറയും വീട്ടിലേക്ക്. ആണോ? പിന്നെ
വരുന്ന ജമ്പൂക്ക് വരുന്നത് സ്കിഡിൽ എറിക്കുന്ന തണുപ്പടിച്ച് ഇക്കൊക്കെ ഇങ്ങനത്തെ ഓരോ പരിപാടി റൗണ്ട് അടിക്കുന്ന ഇവിടെ വന്ന് നോക്കിയപ്പോ ഇക്കത് ഇവിടെ വട്ടം കറക്കി വെച്ചേക്കുന്നത് എന്നിട്ട് ഇക്ക കാണിച്ചു വെച്ചേക്കുന്ന കോളേജ് കൊമ്പന്റെ കൂട്ടുകാരല്ലോ എന്തോ വന്നതാ തണുപ്പടിച്ചിട്ട് കോച്ചി പോയി. അങ്ങനെ നമ്മള് ഫുഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് യോഗേഷ് ചേട്ടായി നമ്മളെ കൊണ്ടുവന്നാണ് എത്തിയല്ലേ അല്ലേ? എവിടേക്കാ യോഗേഷ് ചേട്ടായി? അടുത്ത് നല്ല ഫുഡ് കിട്ടുന്നത് ഷാപ്പിലാന്ന് പറഞ്ഞ ഷാപ്പിൽ കൊണ്ട് യോഗട്ടേക്ക് നമുക്ക് നമ്മുടെ ഇടുക്കി ജില്ലയുടെ പ്രത്യേകതയാണല്ലേ ഷാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കല്ലാറോട്ട് ഷാപ്പിൽ ഞങ്ങൾ കൊമ്പൻ ഉൾപ്പെടെ നടന്നു വളർന്ന സ്ഥലമാണ്. നടന്നു വളർന്നതോ കൊമ്പൻ? വളർന്നെന്ന് പറയാൻ നടന്ന് ചെറിയ വെള്ളമാട്ടെ ഇതൊക്കെ കള്ളല്ല. വെള്ളാണ് ഇത് ഫുള്ള് നമ്മള് കറികൾ. ഇവിടുത്തെ അടിപൊളി ഫുഡ് കിട്ടുന്ന ഈ ഷാപ്പിലാന്ന് പറഞ്ഞ യോഗേഷ് ചേട്ടായി കൊണ്ടുവന്നാ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിച്ചിട്ട് കാണാം. അപ്പൊ നമ്മളങ്ങനെ കഴിച്ചിറങ്ങി. അപ്പം ടൈം അത്യാവശ്യം ലേറ്റ് ആയി. കഴിച്ചിറങ്ങി ഇപ്പൊ കുറച്ച് ടൈം ലേറ്റ് ആയി. അതുകൊണ്ട് നമ്മൾ കോളേജിൽ പോകുന്നില്ല. നമ്മൾ ഒരു ദിവസം കൊമ്പന്റെ വീട്ടിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവരും കൂടി എല്ലാവരും കൂടെ. കാരണം ഇവിടെ കുറെ സ്ഥലം കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്ഥലം കാണാം അല്ലേ അമ്മ? ചേട്ടായി ടാറ്റ പോകുന്നു. ഓക്കെ സീ യു അഗൈൻ. ஓகே ஒரு பிளிப் அடிச்சு அடிச்சோ. கொஞ்சம் எல்லாரும் உங்க லைஃப் ஒரு நிமிஷம் ரீவைண்ட் பண்ணி பாருங்க. வாராமல் தாராமல் மனம் எங்கோ போகுதே, வாராமல் தாராமல் மனம் எங்கோ போகுதே, ஞாபகம் மோதுதே மனம் ஏங்குதே, ஞாபகம் வருகுதே உள் தவிக்குதே. ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നലെ നൈറ്റ് നല്ല ലേറ്റ് ആയിട്ടാണ് കൊമ്പന്റെ അവിടെ നിന്ന് തിരിച്ചെത്തിയിരുന്നത്. അപ്പൊ ഇക്ക നമ്മളിങ്ങനെ ഇന്നലെ പോവാനൊക്കെ ഉണ്ടായ കാരണം എന്താ? ശരിക്കും കാരണം വേറൊന്നുമല്ല, ശരിക്കും ആരും ഇവിടെ 1 മില്യൺ ആദ്യം അടിക്കണ്ടേ? കൊമ്പൻ തന്നെയാണ്. പലർക്കും കണ്ടന്റിനും എല്ലാ കാര്യത്തിനും സപ്പോർട്ടില് ജോളിയായിട്ടുണ്ടായിരുന്നു. പലരുടെ 1 മില്യൺ സെലിബ്രേഷനും അവൻ ക്യാമറമാനായിട്ടും കൈയടിക്കാനും അപ്പുറത്തൊക്കെ നിന്നപ്പോൾ അവന്റെ ഉള്ളിൽ ഞാൻ 1 മില്യൺ അടിക്കുന്നില്ല എന്നുള്ളൊരു തോട്ട്സ് എന്തായാലും ഉണ്ടാവും അല്ലേ? പക്ഷെ ഞാൻ ബൈക്കിലായി പോയെന്നുണ്ടാവും. പക്ഷെ അവന്റെ 1 മില്യൺ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വേണ്ട എനിക്ക് പറ്റിയില്ല. ശരിക്കും പറഞ്ഞ സമയത്ത് ഒരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. അവനൊന്ന് കളറാക്കാം എന്നിങ്ങനെ ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് കിട്ടിയൊരു ആശയമാണ് ഈ ഒരു ഡേ വരുന്നുണ്ട്. അപ്പം മദേഴ്സ് ഡേ അന്ന് അമ്മ എടുത്ത് പോയിട്ട് അങ്ങനെ ചെയ്യാന്ന് തോന്നിയതും കണ്ടപ്പോ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി. അതവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആള് ഭയങ്കര ഹാപ്പി. സ്കൂളിന്റെ അവിടെയും കൂടെ നടക്കുമ്പോഴും ചേട്ടനെയും എപ്പോഴും അവരെല്ലാരും കാണുന്ന സമയത്തെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആള് വൈബായിരുന്നു. അപ്പം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കൊമ്പൻ നമ്മളെ ഒപ്പം നിന്നാണ്. അപ്പൊ അവന് പറ്റുന്നൊരു സന്തോഷം കൊടുക്കുക. അവൻ 1 മില്യൺ സെലിബ്രേറ്റ് ചെയ്തത് ദുബായിലും ഗോവയിലൊന്നും പോകാനുള്ള ബഡ്ജറ്റ് ഇല്ലെങ്കിലും കല്ലാറൂട്ടിയിൽ പോയിട്ട് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് ഒരു ഔട്ടർ എടുത്താലും സോ അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങള് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.